തിരുവനന്തപുരം ചാക്കയിൽ നാടോടി പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2024 ഫെബ്രുവരി 18-നാണ് പ്രതി ഹസൻകുട്ടി 2.5 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചത്. വിജിൻ വായാന്തോടൻ വിവരങ്ങൾ നൽകാൻ. വിജിൻ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? നൗഫൽ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പീഡന വിവരമായിരുന്നു 2024 ഫെബ്രുവരി 19-ാം തീയതി രാവിലെ അറിഞ്ഞത്. പെൺകുട്ടി മരിച്ചു എന്ന് 18 മാസം മാത്രം പ്രായമുള്ള പെൺകുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതി ഹസൻകുട്ടി ഈ കുട്ടിയെ ഉപേക്ഷിച്ച് കടക്കുകയായിരുന്നു. പക്ഷേ കുട്ടി മരിച്ചിരുന്നില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ഒപ്പം തന്നെ ചികിത്സ നൽകി കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തതാണ്. ചാക്കയിൽ ഈ നാടോടി ആളുകൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അമ്മയ്ക്കും അച്ഛനുമൊപ്പം കിടന്നുറങ്ങുന്നതിനിടയിലാണ് ഈ ഹസൻകുട്ടി ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. നിരവധി കേസുകളിൽ പ്രതിയും ഒപ്പം തന്നെ മറ്റൊരു പോക്സോ കേസിൽ പ്രതി കൂടിയാണ് ഹസൻകുട്ടി എന്ന് പറയുന്നത്. പോലീസ് വിപുലമായ അന്വേഷണം ഒക്കെ നടത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. പല സ്ഥലങ്ങളിൽ ആയി വ്യാപിപ്പിച്ചായിരുന്നു അന്വേഷണം. മറ്റ് ദൃക്സാക്ഷികൾ ഒന്നുമില്ലാത്ത കേസിൽ വളരെ വിശദമായ അന്വേഷണം തന്നെ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നടത്തി. കന്യാകുമാരിയിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പരിശോധന നടത്തി. അതിനിടയിലാണ് ഇയാളെ പിടിക്കപ്പെട്ടത്. എന്തായാലും 1 വർഷം കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ വിധി വരുന്നത്. ആ വിധിയിൽ കൃത്യമായി പറയുന്നത് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് 65 വർഷം തടവ് ശിക്ഷയും ഒപ്പം തന്നെ 72,000 രൂപ പിഴയും ആണ് തിരുവനന്തപുരം പോക്സോ കോടതി ഇപ്പോൾ പ്രതിക്ക് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. അജിത് കുമാർ, കാട്ടായിക്കോണം അജിത് കുമാറാണ് നിലവിൽ ഈ കേസിലെ പ്രോസിക്യൂട്ടറായി വാദം പൂർത്തിയാക്കിയിരുന്നത്. വിശദമായ കുറ്റപത്രം തന്നെയാണ് സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഏറെ വിവാദമായ പ്രതിയെ പിടികൂടാൻ കാലതാമസം എടുത്തുവെന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിൽ വിശദമായ വാദങ്ങൾ പൂർത്തിയാക്കിയാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം പോക്സോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 65 വർഷം തടവും ഒപ്പം തന്നെ 72,000 രൂപ പിഴയും ഹസൻകുട്ടിക്ക് വിധിച്ചിരിക്കുന്നു.